വോയിസ് ഓഫ് ഗുരുവിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ രജനി ബിജു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ മധുരവാണികളെ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ. ഇപ്പോൾ എല്ലാവരും തിരക്കു പിടിച്ച ഓട്ടത്തിലാണ്. വായിക്കാൻ ആർക്കും സമയമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. ഓരോ ആഴ്ചയും ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ ഓരോ പങ്ക്തികളെ ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. ആത്മീയത എന്ന് പറയുന്നത് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലേ. കാരണം ആളുകൾക്ക് ആത്മീയതയിൽ താല്പര്യം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് ഗുരുക്കന്മാരും ആത്മീയ കേന്ദ്രങ്ങളും പോലെ മുളച്ചു പൊന്തി വരുന്ന ഒരു കാലം കൂടിയാണിത്. ഒരുപാട് പേർ അങ്ങനെ ചെന്ന് തട്ടിപ്പുകളിലും കെണികളിലും ഒക്കെ വീണ് ധനനഷ്ടവും മാനഹാനിയും ഒക്കെ സംഭവിക്കുന്ന വാർത്തകൾ നമ്മൾ ഒരുപാട് കാണാറുണ്ടല്ലേ. ദിവസവും നമ്മൾ കാണുന്നുണ്ട് അത്. എന്താണ് ശരിയായ ആത്മീയത? എങ്ങനെയാണത് ശരിയായ അധ്യാത്മവിദ്യ പഠിക്കുന്നത്? ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങൾ ശരിക്കും ആധ്യാത്മവിദ്യ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗുരുവിനെ തേടി നടക്കേണ്ടതില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാകമാകുമ്പോൾ അധ്യാത്മവിദ്യ പഠിക്കാൻ നമുക്ക് നല്ല താല്പര്യമുണ്ടെങ്കിൽ, നല്ല ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ, നമുക്ക് വാസനയുണ്ടെങ്കിൽ തീർച്ചയായും ഗുരു നമ്മെ തേടി വരും. അത് അനുഭവമാണ്, സത്യവും അതുതന്നെയാണ്. ശരിക്കും നിങ്ങൾ ആത്മവിദ്യ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? നിങ്ങൾ ഒരു ഗുരുവിനെ തേടി നടക്കുകയാണോ? അങ്ങനെയെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു സങ്കേതമാണ് ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസിക. ഈ ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയും അതിൻ്റെ ഗുരുകുലവും വിവിധ തലങ്ങളിൽ ആത്മവിദ്യ പഠിപ്പിക്കുന്നുണ്ട്. അതായത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള ലവിംഗ് ബഡ്സ് ഗുരുകുലമുണ്ട്, ടീനേജ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ടീൻ ഫ്രണ്ട്സ് ഗുരുകുലമുണ്ട്, പിന്നെ ഏത് പ്രായക്കാർക്കും പഠിക്കാവുന്ന ശ്രീനാരായണ ഗുരു വിദ്യാപീഠവും ഉണ്ട്. അപ്പോൾ അവിടെ എവിടെയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി ഇന്നത്തെ വിഷയം എന്താണെന്ന് നോക്കാം. 2025 ഒക്ടോബർ ലക്കം ഗുരുസാഗരം മാസികയിലെ സത്ചിന്ത എന്ന പങ്ക്തിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി വായിക്കുന്നത്. ഇതാണ് ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസിക. സത്ചിന്ത എന്ന പങ്ക്തിയിൽ വായനക്കാരുടെ ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനും പ്രമുഖ പത്രപ്രവർത്തകനും ആധ്യാത്മിക എഴുത്തുകാരനും പ്രഭാഷകനുമായിരിക്കുന്ന ശ്രീ സജീവ് കൃഷ്ണൻ സാറാണ് ഈ സത്ചിന്തയിൽ വായനക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത്. ഇനി അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആത്മീയത ഇഷ്ടങ്ങൾക്ക് തടസ്സമുണ്ടാക്കുമോ? ഇതൊരു വീട്ടമ്മയുടെ ചോദ്യമാണ്. ഗുരുസാഗരം വായിക്കാൻ എൻ്റെ 16-കാരിയായ മകളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ മറുപടിയാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം. ആധ്യാത്മിക മാസികകൾ വായിച്ചാൽ ഇഷ്ടങ്ങൾ സാധിച്ചു ജീവിക്കാൻ സമ്മതിക്കാത്ത കുറേ വരട്ടു ന്യായങ്ങളാവും അതിലുണ്ടാവുക. എനിക്ക് കുറേ ഇഷ്ടങ്ങളൊക്കെയുണ്ട്. അതൊക്കെ സാധിച്ച് ജീവിതം ഒന്ന് ആസ്വദിച്ചിട്ട് മടുക്കുവാണേൽ വായിച്ചോളാം. ഇങ്ങനെ കുട്ടികൾ ചിന്തിക്കുന്നത് ശരിയാണോ? ഇനി ഇതിന്റെ മറുപടി എന്താണെന്ന് നോക്കാം. ആ കുട്ടി പറഞ്ഞതാണ് അതിന്റെ ശരി. ഇഷ്ടങ്ങൾ മടുക്കുമ്പോൾ വന്നാലേ ആധ്യാത്മിക ജ്ഞാനം ഉള്ളിലുറയ്ക്കൂ. ഈ 16-കാരിയെ 2-3 വയസ്സുള്ള കാലത്ത് ആകാശത്തെ ചന്ദ്രനെ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അമ്പിളിമാമൻ എന്നല്ലേ പറഞ്ഞു കൊടുത്തത്? വളർന്ന് സ്കൂളിൽ പോയപ്പോൾ അത് ചന്ദ്രനാണെന്നും ഭൂമിയുടെ ഉപഗ്രഹമാണെന്നും അവൾ പഠിച്ചു. അമ്പിളിമാമൻ എന്നത് ഒരു കുട്ടി കുസൃതിയായി കാണുകയും ചെയ്തു. അതുപോലെ ജീവിതം എന്തെന്ന് അനുഭവം കൊണ്ട് അറിയുന്ന കാലത്ത് അവൾ ആധ്യാത്മിക ജ്ഞാനം തനിയെ തേടി വന്നുകൊള്ളും. ഈ പ്രായത്തിൽ അമ്മയ്ക്ക് ഗുരുസാഗരം വായിക്കണമെന്ന് തോന്നിക്കുന്നതും അത് വായിക്കേണ്ടതില്ല എന്ന് മകൾക്ക് തോന്നലുണ്ടാക്കുന്നതും ജീവിതാനുഭവമാണ്. മുന്നിൽ വഴി തുറന്നു കിടന്നാൽ ആരും വഴി അന്വേഷിച്ച് അലയാറില്ല. എന്നാൽ പോകുന്ന വഴിക്ക് തടസ്സമുണ്ടാകുമ്പോഴാണ് അതിനെ മറികടക്കാൻ മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. മനുഷ്യർ മറ്റു പലതിലും ആശ്രയിച്ചു മടുക്കുമ്പോഴാണ് ആത്മീയമായ അറിവിലേക്ക് വരുന്നത്.
അപ്പോൾ വരുന്നതാണ് ഉത്തമം. പിന്നെ എന്തിനു കുട്ടിക്കാലത്ത് അവരെ ആത്മീയമായ പരിസരത്ത് വളർത്തണം എന്നുപദേശിക്കുന്നത് എന്നാവാം ഇപ്പോഴത്തെ സംശയം. ഗുരുസാഗരത്തിൽ തന്നെ കുട്ടികൾക്കുള്ള പങ്ക്തിയുണ്ട്. നേരിട്ടും ഓൺലൈനായും കുട്ടികൾക്ക് ആത്മീയ പഠന ക്ലാസുകൾ നടത്തുന്നുമുണ്ട്. പക്ഷേ അതൊക്കെ ഒരു അടിത്തറപാകൽ മാത്രമാണ്, ഒരു സംസ്കാരം സൃഷ്ടിക്കലാണ്. എന്തിനെന്നാൽ ഇഷ്ടങ്ങളുടെ പിറകെ അലഞ്ഞു മടുക്കുമ്പോൾ മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ പോലെ അരാജക വഴിയിലേക്ക് പോകരുത്. ആത്മീയതയുടെ സ്വച്ഛത തേടി വരണം. അതിന് ആത്മീയ ലോകവുമായി ഒരു മുൻപരിചയം ഉണ്ടാക്കലാണ് കുട്ടികൾക്ക് ആത്മീയ പാഠങ്ങൾ പകർന്നു കൊടുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവരുടെ ഇഷ്ടങ്ങളെ നശിപ്പിക്കുന്ന ഒരട്ടു ന്യായങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. അവരുടെ ഇഷ്ടങ്ങൾ അന്യർക്കു കൂടി ഗുണം വരുത്തുന്നവ ആകണം എന്നേ കുട്ടികളെ ഓർമ്മിപ്പിക്കാറുള്ളൂ. മറ്റൊരാളെ ദുഃഖിപ്പിച്ചുകൊണ്ട് സുഖിക്കരുത് എന്നത് മാത്രമാണ് ആത്മീയതയിലൂടെ ഗുരു പകർന്ന പാഠം. അല്ലാതെ ഇഷ്ടങ്ങളെ ഞെരിച്ചു കൊല്ലണം എന്നല്ല. മനസ്സ് ഇഷ്ടങ്ങളിൽ നിന്ന് അടുത്തതിലേക്ക് പറക്കും. ഒരിക്കലും അത് മുഴുവനാക്കാൻ സാധിക്കില്ല. അപ്പോൾ നിരാശ തോന്നാതിരിക്കാൻ മനസ്സിനെ വിട്ടിട്ട് അതിനെ നിയന്ത്രിക്കുന്ന ആത്മാവുമായി ബന്ധമുണ്ടാക്കൂ എന്നുപദേശിക്കാം. അവർ അത് കേൾക്കണമെങ്കിൽ മനസ്സിന്റെ പിന്നാലെ ഓടി കുറച്ചൊന്ന് പദം വരണമെന്ന് മാത്രം. വിളക്കിൽ കൈ വയ്ക്കരുത്, പൊള്ളുമെന്ന് പറഞ്ഞാൽ കുട്ടി വീണ്ടും നിങ്ങളുടെ കണ്ണു വെട്ടിച്ച് അതിൽ തൊടാൻ ശ്രമിക്കും. ഒരിക്കൽ പൊള്ളിയാലേ പിന്നെ തൊടാതിരിക്കൂ. ഇത്തിരിയൊക്കെ പൊള്ളാൻ വിട്ടുകൊടുക്കണമെന്നേ. ഇതോടെ ഈ സത്ചിന്ത പൂർണ്ണമാകുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഈ വിശുദ്ധ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാവുന്നതാണ്. ഗുരുസാഗരം മാസിക വായിക്കാൻ വരിക്കാരാകാൻ 600 രൂപ ഗൂഗിൾ പേ അടച്ചാൽ 1 വർഷത്തേക്ക് മാസിക തപാലിൽ അയച്ചു തരുന്നതാണ്. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കുന്നതാണ്. സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്തിട്ട് ഗൂഗിൾ പേ ചെയ്താൽ മതിയാവും. മാസിക ഇപ്പോൾ ഡിജിറ്റലായും വായിക്കാവുന്നതാണ്. www.gurusagaram.com എന്ന വെബ്സൈറ്റിൽ മാസിക വായന ആസ്വദിക്കാവുന്നതാണ്. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാവുന്നു. പുതിയ വിഷയങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്തേ.